നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊഴുതന മേൽമുറി സേട്ടുകുന്നിൽ മാവോയിസ്റ്റുകളെത്തി. 5 അംഗ സംഘം എത്തിയത് ജയണ്ണയുടെ നേതൃത്വത്തിൽ. സംഘത്തിൽ വനിതയും. മേപ്പാടി താഴികരപ്പറ്റ പുതുക്കാട് വയലിൽ യുവാവ് കിണറ്റിൽ വീണു മരിച്ചു. കാത്തിരിപ്പിനൊടുവിൽ ചെമ്പ്ര എസ്റ്റേറ്റ് നാളെ തുറക്കും. ശമ്പള കുടിശ്ശിക വിതരണവും നാളെ. സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പകർച്ചപ്പനി പടരുന്നു. മേപ്പാടി CHCയിൽ ഇന്ന് ചികിത്സയ്ക്കെത്തിയത് 500 പേർ. +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് നാളെ. പ്രവേശനം നാളെയും മറ്റന്നാളും. നാളെ വായനാ ദിനം. സംസ്ഥാനത്ത് വായനാ വാരാചരണത്തിനും തുടക്കം. വാർത്തകൾ വിശദമായി. പൊഴുതന മേൽമുറി സേട്ടുകുന്നിൽ കഴിഞ്ഞ രാത്രി മാവോയിസ്റ്റ് സംഘമെത്തി. ജയണ്ണയുടെ നേതൃത്വത്തിൽ ഒരു വനിതയടക്കം 5 അംഗ സംഘമാണ് എത്തിയതെന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം. മാവോയിസ്റ്റ് യൂണിഫോം ധരിച്ച ഇവർ തോക്കുധാരികളായിരുന്നുവെന്നും സൂചന. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേൽമുറി സേട്ടുകുന്നിലെ മൊയ്തീൻ എന്നയാളുടെ വീട്ടിൽ ഇന്നലെ രാത്രി 11:30 എത്തിയ മാവോയിസ്റ്റ് സംഘം ചായയും മറ്റും കഴിച്ച ശേഷം സ്ഥലം വിട്ടതായാണ് വിവരം. വീട്ടുകാരോട് ഭൂദാനത്തേക്കുള്ള വഴി ചോദിച്ചറിഞ്ഞ ശേഷമാണ് സംഘം പോയത്. സംഘത്തിലുണ്ടായിരുന്ന ജയണ്ണ ഒഴികെ ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വിവരം അറിഞ്ഞയുടൻ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. CP മൊയ്തീൻ, സോമൻ തുടങ്ങി വയനാട് മേഖലയിൽ സാധാരണ പ്രത്യക്ഷപ്പെടാറുള്ളവരാരും സംഘത്തിലില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. സാധാരണ ആദിവാസി വീടുകളിലാണ് മാവോയിസ്റ്റ് സംഘം പ്രത്യക്ഷപ്പെടാറുള്ളതെങ്കിൽ ഇത്തവണ ആദിവാസി അല്ലാത്തയാളുടെ വീട്ടിലെത്തിയെന്നത് പ്രത്യേകതയാണ്. ബോംബ് നിർമ്മാണത്തിനിടെ 2016 ജൂൺ 16 കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് ഷിനോജിന്റെ രക്തസാക്ഷി ദിനാചരണത്തിനായി തിരുനെല്ലി ഉൾക്കാടുകളിൽ വിവിധ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ ഒത്തുകൂടിയതായി അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. കേരള പോലീസ് രാത്രി പരിശോധനയും അന്വേഷണവും നടത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് അടയാളങ്ങളൊന്നും കണ്ടെത്താനായില്ല. അതേസമയം ഉൾക്കാടുകളിൽ ഭീതി വിതച്ച് ഒച്ചപ്പാടുകളോടുകൂടി മാവോയിസ്റ്റുകളുടെ കൂട്ടായ്മ നടന്നതായി തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിനോജ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ പിറ്റേന്ന് തന്നെ തിരുനെല്ലിയിൽ നിന്ന് എത്തിപ്പെടാവുന്ന ദൂരത്തിൽ സായുധരായ മാവോയിസ്റ്റ് സംഘം പ്രത്യക്ഷപ്പെട്ടത് ആശ്ചര്യമുണ്ടാക്കിയിട്ടുണ്ട്. കൊട്ടിയൂരിനടുത്തെ ക്വാറി ആക്രമിച്ച് കവർന്നെടുത്ത വെടിമരുന്ന് ഉപയോഗിച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് തിരുനെല്ലിക്കാടുകളിൽ 2016 ജൂൺ 16 തൃശൂർ പത്താങ്കല്ല് സ്വദേശി വേളേക്കാട്ടിൽ രാജൻ എന്ന ഷിനോജ് സ്ഫോടനത്തിൽ മരിച്ചത്. ചിന്നിച്ചിതറിയ മൃതദേഹം കാട്ടിൽ തന്നെ സംസ്കരിച്ചെന്ന് മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീയിൽ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. യുവാവിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മേപ്പാടി താഴെയരപ്പറ്റ പുതുക്കാട് വയൽ പ്രശാന്ത് നിവാസിൽ പ്രശാന്താണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ചന്ദ്രൻ ലളിത ദമ്പതികളുടെ മകനാണ്. ഇന്നലെ രാത്രി പ്രശാന്ത് വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. കാൽവഴുതി കിണറ്റിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അവിവാഹിതനായ പ്രശാന്ത് നിർമ്മാണ തൊഴിലാളിയാണ്. മൊബൈൽ ഫോൺ കിണറ്റിന്റെ കരയിൽ കണ്ടതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പരിശോധിച്ച് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ചെമ്പ്ര ഫാത്തിമ ഫാം തേയില എസ്റ്റേറ്റ് നാളെ തുറക്കുന്നു. 7 മാസത്തെ ലോക്കൌട്ടിന് വിരാമമിട്ടുകൊണ്ടാണ് എസ്റ്റേറ്റ് നാളെ തുറക്കുക. തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക നാളെ വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് കഴിഞ്ഞയാഴ്ച മന്ത്രി TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് എസ്റ്റേറ്റ് ജൂൺ 19 തുറക്കാൻ തീരുമാനമായത്. ചർച്ചകൾക്ക് കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ നേതൃത്വം നൽകി. തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണന്റെ ശക്തമായ ഇടപെടലാണ് തോട്ടം തുറക്കുന്നതിലേക്ക് നയിച്ചതെന്ന് INTUC നേതാവ് അനിൽകുമാർ പറഞ്ഞിരുന്നു. അനിൽകുമാറും തിരുവനന്തപുരം ചർച്ചയിൽ പങ്കാളിയായിരുന്നു. 320 തൊഴിലാളികൾക്കാണ് ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന ഉപജീവന മാർഗം തുറന്നു കിട്ടുന്നത്. തോട്ടം തുറക്കുന്നതിന്റെയും ശമ്പള കുടിശ്ശിക അനുവദിച്ചു കിട്ടിയതിന്റെയും ഉത്സാഹത്തിലാണ് തൊഴിലാളികൾ. സമരത്തിന്റെ ഭാഗമായി എസ്റ്റേറ്റ് ഭൂമിയിൽ തൊഴിലാളികൾ കയ്യേറ്റം നടത്തിയെന്നാരോപിച്ച് മാനേജ്മെന്റ് നൽകിയ പോലീസ് കേസുകൾ പിൻവലിക്കാനും തീരുമാനമായിട്ടുണ്ട്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. കുടലിന് ക്യാൻസർ ബാധിച്ച് മാസങ്ങളോളമായി കിടപ്പിലായിരുന്ന ചെമ്പർ തോട്ടം തൊഴിലാളി നബീസയ്ക്ക് ചികിത്സാ സഹായം മേപ്പാടി ചുണ്ടേൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്റ്റാർലൈൻസ് ബസ് ഉടമ മുഹമ്മദ് ഇക്ബാൽ നബീസയുടെ വീട്ടിലെത്തിച്ചു നൽകി. കുടലിന് ക്യാൻസർ ബാധിച്ച് കിടപ്പിലായ നബീസയുടെ നിസ്സഹായാവസ്ഥ വയനാട് ന്യൂസ് ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സുകൾ ഒന്നടങ്കം ജില്ലയിൽ പണിമുടക്കിയപ്പോൾ രാവിലെ മുതൽ ചികിത്സാ സഹായനിധിക്കായി സ്റ്റാർലൈൻ സർവീസ് നടത്തി കിട്ടിയ തുകയാണ് ഇന്ന് കൈമാറിയത്. ബസ് ജീവനക്കാരും ബസ് ഉടമയോടൊപ്പം എത്തിയിരുന്നു.
സഹായിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ കോലത്തിലെത്തി. അല്ലാതെ എനിക്കൊരു കൂട്ടോ കുടുംബമോ എന്നെ വന്ന് സഹായിക്കാൻ എനിക്ക് ആരും ഉള്ളതാണ് ഓരോരാള്. അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അതുപോലെ. പിന്നെ സഹായിക്കണ ഇത്രയും കൊണ്ടുവരുത്തിന്റെ മോനെ എന്നെ സഹായിച്ചോടത്തോളം ഈ 7 മാസം ഇപ്പൊ ഒരു 2 മാസം ഞാൻ കഷ്ടപ്പെട്ട് നോക്കാനും ആളില്ല, പൈസയില്ല. അങ്ങനെ ഞാൻ കുറെ കഷ്ടപ്പെട്ട് കറങ്ങിപ്പോയി. ഇപ്പൊ ഇതില് വന്നതിന്റെ നിങ്ങളെല്ലാവരും ഇനി നിങ്ങളെല്ലാരും എനിക്കൊന്നും തന്നില്ലെങ്കിലും എന്നെ പറ്റി അന്വേഷിക്കും പിടിക്കും ഒക്കെ വേണം. എനിക്ക് നിങ്ങളെല്ലാരും ഉള്ളു ഇവിടെ. എനിക്ക് കൂട്ടോ കുടുംബം ഉമ്മ വാപ്പ ആരില്ലാത്തൊരു എത്തിയമായ കുട്ടിയാണ്. ഗുണ്ടൽപേട്ട മധൂരിൽ കൂറ്റൻ ടോൾ പ്ലാസ നിർമ്മാണം പൂർത്തിയായി. ജൂലൈ 1 മുതൽ കോഴിക്കോട് ബത്തേരി മൈസൂർ ദേശീയപാത 766 യാത്ര ചെലവേറിയതാകും. പ്രതിഷേധങ്ങൾ ഭയന്ന് ഔദ്യോഗിക ഉദ്ഘാടനങ്ങളില്ലാതെ ജൂലൈ മുതൽ ടോൾ പിരിക്കാനാണ് നീക്കം. മൈസൂർ ഊട്ടി മൈസൂർ ബാവലി പാതകളിലും പ്ലാസ നിർമ്മാണം പൂർത്തിയായാൽ ടോൾ പിരിവ് തുടങ്ങും. ദേശീയപാത 766 കേരള അതിർത്തിയിലെ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിൽ മൂലഹള്ള മുതൽ ബേഗൂർ, ഗുണ്ടൽപേട്ട്, നഞ്ചൻഗുഡ്, മൈസൂർ, നരസിപ്പൂർ, കൊല്ലകൽ വരെ 130 കിലോമീറ്റർ ദൂരത്തിനിടെ നഞ്ചൻഗുഡ് കടകോളയിലും ടി നരസിപ്പൂർ വർക്കോടിലും ടോൾ പ്ലാസകൾ വരും. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കും തമിഴ്നാട് ഊട്ടിയിലേക്കുമുള്ള ദേശീയപാതയിലാണ് വാഹനങ്ങൾക്ക് ടോൾ ഏർപ്പെടുത്തുന്നത്. വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് തമിഴ്നാട്ടിലെ ഊട്ടി, ഗൂഡല്ലൂർ, മുതുമല, കൂനൂർ ഭാഗങ്ങളിലേക്കും തിരിച്ചും 100 കണക്കിന് വാഹനങ്ങളാണ് നിത്യേന സഞ്ചരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കും തിരിച്ചും ഗുണ്ടൽപേട്ട് വഴി ദിവസേന 2000-ലധികം വാഹനങ്ങൾ കടന്നുപോകുന്നതായി സർവേ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2010-ലാണ് ഇതുവഴി രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. 8 വർഷമായി രാവിലെ 6 മുതൽ വൈകിട്ട് 9 വരെയാണ് യാത്രാനുമതി. ബന്ദിപ്പൂർ ടൈഗർ റിസർവും ഊട്ടി, മുതുമല വന്യജീവി സങ്കേതങ്ങളും സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾ വൻ തുക ടോൾ നൽകേണ്ടി വരും. റോഡ് നിർമ്മാണവും പ്ലാസയും പൂർത്തിയാകുന്ന മുറയ്ക്ക് ഗുണ്ടൽപേട്ട് ഊട്ടി റോഡിലും ബാവലി മൈസൂർ റോഡിലും ടോൾ പിരിവ് തുടങ്ങും. കേരള കർണാടക അന്തർ സംസ്ഥാന റൂട്ടിൽ പ്ലാസകൾ സ്ഥാപിച്ച് പരമാവധി പണം സ്വരൂപിക്കാനാണ് ദേശീയപാത അതോറിറ്റി നീക്കം. രാത്രിയാത്രാ നിരോധനം നീക്കുന്നത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. മൈസൂർ, ബാംഗ്ലൂർ നഗരങ്ങളിലെത്താൻ കേരള യാത്രികർ ഇനി വൻ തുക ടോൾ പിരിവ് നൽകേണ്ടി വരുമെന്ന് ചുരുക്കം. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. JCB നിരോധനത്തിന് പുല്ലുവില. മൂപ്പനാട് റിപ്പൺ 52-ൽ JCBയും ഹിറ്റാച്ചിയും ടിപ്പർ ലോറികളും ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി മണ്ണിടിച്ച് വിൽപ്പന നടത്തുന്നതായ ആക്ഷേപം. റവന്യൂ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും രഹസ്യ ഒത്താശയില്ലെങ്കിൽ ഇത് സാധിക്കില്ലെന്നാണ് പറയുന്നത്. മണ്ണിടിക്കുന്നതിനിടെ ഡ്രെയിനേജ് നികന്ന് റോഡിൽ മണ്ണും ചെളിവെള്ളവും കെട്ടിക്കിടന്ന് അപകട ഭീഷണി ഉയർത്തുന്നതായ ആക്ഷേപം. പാരിസ്ഥിതിക പ്രാധാന്യം പരിഗണിച്ച് കുന്നുകളിടിക്കുന്നതിനും JCB ഉപയോഗിക്കുന്നതിനും കർശന നിയന്ത്രണമുള്ള ജില്ലയിലാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭീകരമായ നിലയിൽ കുന്നിടിക്കൽ നടക്കുന്നത്. കോഴിക്കോട് ജില്ലക്കാരായ സ്വകാര്യ വ്യക്തികളാണിത് നടത്തുന്നതെന്നാണ് സൂചന. 5 ടിപ്പർ ലോറികളും 1 JCBയും 1 ഹിറ്റാച്ചിയും ഉപയോഗിച്ചാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നത്. ഒരു ടിപ്പർ ലോഡ് മണ്ണിന് 1000 രൂപ നിരക്കിൽ മുപ്പൈനാട്, മേപ്പാടി പഞ്ചായത്തുകളിലെ പലർക്കുമായി മണ്ണ് വിൽപ്പനയും യഥേഷ്ടം നടക്കുകയാണ്. ഇതു സംബന്ധിച്ച് പോലീസിനും ജില്ലാ കളക്ടർക്കും മറ്റു റവന്യൂ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർ പരാതി നൽകിയിരുന്നതായും വിവരമുണ്ട്. ഇതേ തുടർന്ന് കുറച്ചു ദിവസം നിർത്തിവെച്ചിരുന്ന പ്രവൃത്തി ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ടിപ്പർ ലോറികൾക്ക് കയറാൻ വേണ്ടി റോഡിന്റെ ഡ്രെയിനേജ് നികത്തിയാണിത് നടത്തുന്നത്. അതുമൂലം ഡ്രെയിനേജിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. റോഡിൽ മണ്ണും ചെളിയും നിറഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. അനധികൃതമായിട്ട് മണ്ണെടുക്കാൻ കുറേ കാലങ്ങളായി വലിയൊരു കുന്ന് ഇടിച്ച് നിരത്തി സർക്കാർ ജീവനക്കാർ ഉദ്യോഗസ്ഥന്മാരെ പങ്കോടുകൂടി റവന്യൂ ഉദ്യോഗസ്ഥന്മാരും മേപ്പാട് SCയും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പങ്കാളികളായിട്ട് മണ്ണിടിച്ച് മണ്ണ് വിൽപ്പന നടത്തുന്നു. ഒരു ലോഡ് മണ്ണ് 1000 രൂപയായിട്ടാണ് മണ്ണ്. സാധാരണക്കാരൻ്റെ മണ്ണ് കിട്ടണ ഇവർ 1000 കുറച്ച് കൊടുക്കുന്നു. ആ റോഡിലെ ഡ്രെയിനേജ് കംപ്ലീറ്റ് മണ്ണിടിച്ച് നിരത്തി ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഉന്നതരുടെ ഒത്താശയില്ലെങ്കിൽ ഇത്ര പരസ്യമായി നിയമം ലംഘിച്ച് കുന്നിടിക്കൽ നടക്കുകയില്ലെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. വയനാട് ന്യൂസ്, മേപ്പാടി. മാരകമായ പകർച്ചപ്പനിയുടെ പിടിയിൽ വയനാടൻ ഗ്രാമങ്ങൾ അമരുമ്പോഴും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. 500 രോഗികളെ പരിശോധിക്കാൻ മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് ഹാജരായത് 2 ഡോക്ടർമാർ. ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ലാത്തതിനാൽ തളർന്ന രോഗികൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്നത് കാഴ്ച തന്നെയായിരുന്നു. കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടങ്ങിയ രോഗികളുടെ നീണ്ട നിര. പനി പോലുള്ള രോഗങ്ങൾ മരണകാരണമായി പടർന്നു പിടിക്കുമ്പോഴും
ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റും നിയമിക്കാത്തത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് കിട്ടിയത് 200ാമത്തെ 9 മണിക്ക് വന്ന് നിന്നിട്ട് എനിക്ക് കിട്ടുന്നത് 11:30 മണിക്ക്. പിന്നെ ടോക്കൺ കൊടുക്കാൻ ഒരാൾ, മരുന്ന് എടുത്തു കൊടുക്കാനും ഒരാൾ, മുറിവുകൾ കെട്ടാനും ഒരാൾ. ഈ ഹോസ്പിറ്റലിൽ 2 ഡോക്ടർമാരുണ്ട്. ഇവിടെ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം പരാതിപ്പെട്ടതാണ്, എന്നിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. മെഡിക്കൽ സ്റ്റാൾ, OP ടിക്കറ്റ് കൗണ്ടർ, ഡ്രസ്സിംഗ് റൂം എന്നിവിടങ്ങളിൽ ഇന്ന് 3 ജീവനക്കാരാണ് ജോലിക്കെത്തിയത്. രോഗികൾ തിങ്ങി നിറഞ്ഞതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി. രോഗികൾക്ക് വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് ആളുകൾ ബഹളം വെച്ചു. 500 രോഗികളെ 2 ഡോക്ടർമാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ആശുപത്രി അധികൃതരും ചോദിക്കുന്നത്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. വാളാട് കാരച്ചാലിൽ എക്സൈസ് പരിശോധനയിൽ വ്യാജ ചാരായവും വാറ്റുപുരാണങ്ങളും പിടികൂടി. കാരച്ചാൽ വലിയമുറ്റം ഉണ്ണികൃഷ്ണൻ എന്നയാൾ വീടിനടുത്തെ കുന്നുമുറത്ത് വെച്ച് ചാരായം വാറ്റാൻ ശ്രമിക്കുന്നതിനിടെ വയനാട് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗമാണ് വ്യാജ ചാരായ വേട്ട നടത്തിയത്. 20 ലിറ്റർ ചാരായവും 175 ലിറ്റർ വാഷും പിടികൂടി. ഉണ്ണികൃഷ്ണന്റെ പേരിൽ മാനന്തവാടി എക്സൈസ് കേസെടുത്തു. ഉണ്ണികൃഷ്ണൻ ഓടി രക്ഷപ്പെട്ടു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KP പ്രമോദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബാബു, മൃദുൽ, സന്തോഷ് എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിൽ പ്രവർത്തിക്കുന്ന വിവാദ വിദേശ മദ്യഷാപ്പ് പെരുവകയിലേക്ക് മാറ്റാനുള്ള നീക്കം തടയുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെരുവക ജനവാസ കേന്ദ്രത്തിൽ മദ്യഷാപ്പ് തുറക്കാനുള്ള നീക്കം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. മദ്യഷാപ്പ് വരുന്നതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ വഴി നടക്കാൻ പോലും കഴിയില്ലെന്ന് കർമ്മസമിതി പ്രവർത്തകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ MP ശശികുമാർ, മനീഷ് P, അജിത്, ലിനീഷ് K എന്നിവർ പങ്കെടുത്തു. മാനന്തവാടി പെരുവകയിൽ 24 ഡിവിഷൻ ട്രാൻസ്ഫോമർ പരിസരത്ത് ബീവറേജ് കൊണ്ടുവരാനുള്ള അധികൃതരുടെ നീക്കം തടയാൻ വേണ്ടിയാണ് നാട്ടുകാർ ഒന്നിച്ചു നിൽക്കുന്നത്. മാനന്തവാടി വെള്ളൂർക്കാവ് റോഡിലുള്ള ബീവറേജ് പെരുവ റോഡിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. അതിലുപരി മാനന്തവാടിയിൽ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്ന പ്രദേശത്ത് അടുത്തായി 2 അമ്പലങ്ങളും അടുത്ത തന്നെ ഒരു പള്ളിയും 500 മീറ്ററിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. 100 കണക്കിന് കുട്ടികൾ ആ വഴിയിൽ സ്കൂളിലേക്ക് വരുന്നുണ്ട്. 2 ബസ് റൂട്ട്, അതേപോലെ തന്നെ ചെങ്കുത്തായ വളവും ഇറക്കവും വളവുമാണ് ഈ സ്ഥാപനത്തിൻ്റെ അടുത്തുള്ളത്. അതുകൂടാതെ 2 വളരെ വീതി കുറഞ്ഞ റോഡാണ് പെരുവക റോഡ്. ഏകദേശം 250 കുടുംബങ്ങൾ ചുറ്റും താമസിക്കുന്ന സ്ഥലമാണത്. പ്രദേശവാസത്തെ ചുറ്റും പുഴയാണ്. ഈ പുഴയിൽ കൂടെ മദ്യപന്മാരുടെ ശല്യം, അതേപോലെ തന്നെ വണ്ടികളിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലമാണ് പെരുവക. ട്രോളിംഗ് നിരോധനം അനുഗ്രഹമായി. മത്തിവില 140 നിന്ന് 80 രൂപയായി കുറഞ്ഞു. തോണിക്കാർ പിടിച്ച് അതാത് ദിവസം തന്നെ വിതരണം ചെയ്യുന്ന രാസവസ്തുക്കൾ ചേർക്കാത്ത മത്തിയാണ് 80 രൂപയ്ക്ക് വയനാടൻ മാർക്കറ്റുകളിൽ ലഭിക്കുന്നത്. ഉൾക്കടലിൽ നിന്ന് യന്ത്രവൽകൃത ബോട്ടുകൾ പിടിച്ച് കടപ്പുറങ്ങളിൽ മൊത്തക്കച്ചവടക്കാർ ലേലത്തിന് പിടിച്ച് രാസവസ്തുക്കളിട്ട് പല ദിവസങ്ങൾ ഫ്രീസറിൽ വെച്ച ശേഷം എത്തുന്ന മത്തിയാണ് 140 രൂപയ്ക്കും അതിനുമേലും ട്രോളിംഗ് നിരോധനം വരുന്നതുവരെ വിറ്റഴിച്ചത്. മൊത്തക്കച്ചവടക്കാർ വയനാട്ടിലെ ചെറുകിട വിതരണക്കാർക്ക് പല ദിവസങ്ങൾ പഴകിയ മത്തിയാണ് വിറ്റിരുന്നത്. ജില്ലയിലെത്തിക്കുന്ന മത്തിയടക്കം പച്ച മത്സ്യം പിന്നെയും പല ദിവസം സ്വകാര്യ ഫ്രീസറുകളിൽ സ്റ്റോക്ക് ചെയ്ത ശേഷമാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതെന്ന് പരാതി ഉയർന്നിരുന്നു. ട്രോളിംഗ് നിരോധനം വന്നതോടെ തോണിക്കാരുടെ മത്സ്യം ഏറ്റെടുക്കാൻ വമ്പൻ കച്ചവടക്കാരോ ഇടനിലക്കാരോ എത്തുന്നില്ല. തോണിക്കാർ നേരിട്ട് കച്ചവടം നടത്തുന്നതിനാൽ അല്പം മാത്രമായ നല്ല മത്തി മുമ്പത്തേക്കാൾ പകുതി വിലയ്ക്ക് വയനാട്ടിലെ ഉപഭോക്താവിന് ലഭിക്കുന്നു. ആ അർത്ഥത്തിൽ ട്രോളിംഗ് നിരോധനം അനുഗ്രഹമായെന്നാണ് നാട്ടുകാരുടെ പക്ഷം. തോണിക്കാർ മീൻ കഴിഞ്ഞാൽ മീൻ ജാസ്തി ഉണ്ടാവും. പിന്നെ മീനിൻ്റെ വില കുറവാണ്. കഴിഞ്ഞ ആഴ്ച 150 മത്തിൻ്റെ 80 രൂപ, 80 രൂപ. മറ്റുള്ള മീനൊക്കെ എല്ലാം ഉണ്ടാവും. എല്ലാ മീനെ കുറയും, വില കുറയും. വയനാട് ന്യൂസ്, മേപ്പാടി. +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. ആദ്യ ലിസ്റ്റ് പ്രകാരം പ്രവേശനം നാളെയും ചൊവ്വാഴ്ചയും. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല. ആദ്യ അലോട്ട്മെന്റിൽ 1ാം ഓപ്ഷൻ കിട്ടുന്നവർ ഫീസടച്ച സ്ഥിര പ്രവേശനം നേടണം. മറ്റ് ഓപ്ഷനുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമനുസരിച്ച് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാം. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ട. വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകിയ സ്കൂളുകളിൽ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള അവസാന റാങ്ക് പരിശോധിക്കാനാവും. പ്രവേശനത്തിന് ആദ്യഘട്ടത്തിൽ 4,96,354 വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിരുന്നു. രണ്ടാമത്തെ അലോട്ട്മെന്റിന് ശേഷം ഇതുവരെ അപേക്ഷിക്കാനാകാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പുതിയ അപേക്ഷ നൽകാം. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്.
നാളെ വായനാ ദിനം. സംസ്ഥാനത്ത് വായനാ വാരാചരണത്തിനും നാളെ തുടക്കം. ജൂൺ 19 മുതൽ 25 വരെയാണ് വായനാ വാരാചരണം. സാക്ഷരതാ പ്രസ്ഥാന നായകൻ PN പണിക്കരുടെ ചരമദിനമാണ് സംസ്ഥാന വായനാ ദിനമായി ആചരിക്കുന്നത്. വായനാ വാരാചരണത്തിന് PN പണിക്കർ ഫൗണ്ടേഷൻ നേതൃത്വം നൽകും. വായനയെ ജനകീയമാക്കാനും പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാനും സംസ്ഥാനത്തെങ്ങും സഞ്ചരിച്ച മഹാനുഭാവനായിരുന്നു PN പണിക്കർ. വായന അറിവും തിരിച്ചറിവുമാണ്. മുന്നിലും പിന്നിലും അനന്തമായ വഴികൾ പോലെ കാലങ്ങൾക്കപ്പുറത്തേക്ക് ഓരോ പുസ്തകത്തിൻ്റെയും താളുകൾ മറിയുന്നു. ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും കാവൽക്കാരാണ് അക്ഷരങ്ങൾ. ജീവിതത്തിൻ്റെ സംഗീതവും വസന്തവുമാണ് വായന. കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ വായനയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാലത്ത്. ഈ പത്രങ്ങളും ഈ മാസികകളും ഈ ജേണലുകളും വായനയുടെ അനന്ത സാധ്യതകൾ തുറന്നിടുന്നു. വായന മരിക്കുന്നില്ല, മരിക്കാൻ പാടില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് വായനാ ദിനം. പുസ്തകം പുസ്തകമല്ല, ഒരായുധമാണ്. വായിക്കുന്നവനെ അനശ്വരമായ വെളിച്ചവുമായി കണ്ണിച്ചേർപ്പിക്കുന്ന മൂർച്ചയേറിയ ഒരായുധം. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വായനാ ദിനത്തോടനുബന്ധിച്ച് വയനാടിന്റെ അഭിമാനമായ മീനങ്ങാടി വട്ടത്തുവയലിലെ പൂജ ശശീന്ദ്രനെ പരിചയപ്പെടുത്തുകയാണ് വയനാട് ന്യൂസ്. മീനങ്ങാടി ഹയർ സെക്കൻഡറിയിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതി മികച്ച വിജയം നേടി തുടർന്ന് പഠനത്തിന് ഊഴം കാത്തിരിക്കുകയാണ് ഈ കൊച്ചുപിടിക്ക്. പൂജയുടെ അമ്മയ്ക്കൊരു കത്ത് എന്ന കഥ CBSE സിലബസുകാർക്ക് 6ാം തരത്തിൽ പാഠഭാഗമാണെന്ന് അറിയുമ്പോഴാണ് പൂജയുടെ എഴുത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക. കുട്ടിക്കാലം മുതലേ അക്ഷരങ്ങളുടെ മയൂരപിഞ്ചിക പൂജാ ശശീന്ദ്രന് മാസ്മരിക സ്വപ്നങ്ങൾ നൽകി. കഥയായും കവിതയായും വാർന്നു വീണ രചനകൾ മുതിർന്നവരെ അതിശയിപ്പിച്ചു. മാതൃഭൂമി ബാലപംക്തിയിലും ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലും ഇടയ്ക്ക് ഇപ്പോഴും പൂജാ ശശീന്ദ്രൻ എഴുതുന്നു. രചനകൾ മുതിർന്നവരുടെ രചനകൾക്കിടയിലും ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. എന്റെ പദമുദ്ര കണ്ടുവോ പനിനീർക്കാറ്റേ, വീലാറുമോർമ തൻ വയൽ വരമ്പിൽ എന്റെ പദമുദ്ര കണ്ടുവോ പനിനീർക്കാറ്റേ. വീട്, മഴ പെയ്യുമ്പോൾ, മയിലാടും പാറു തുടങ്ങിയവ പ്രശസ്ത രചനകളാണ്. മണ്ണിനോടും പ്രകൃതിയോടും ഐക്യം പ്രാപിച്ച പൂജാ ശശീന്ദ്രന്റെ രചനകൾ പ്രകൃതി സ്നേഹ നിർഭരങ്ങളാണ്. പന്തളത്ത് പുത്തൻ വീട്ടിൽ ശശീന്ദ്രനാണ് അച്ഛൻ. ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ജീവനക്കാരനാണ്. അമ്മ ചിത്രയുടെ തായ്വഴിയിലാണ് പൂജയ്ക്ക് കാവ്യഭാവനകൾ വിടർന്നതെന്ന് പറയാം. സ്മൃതികൾ ഉറവകൾ തിരയാതെ തിരയവേ, ഞാൻ ഇന്നു ഞാൻ മാത്രമായ പോലെ, സ്മൃതികൾ തൻ പുഞ്ചിരി വെമ്പലായി. ശശീന്ദ്രന്റെ നിർലോഭമായ പ്രോത്സാഹനം രചനകൾക്ക് പിൻബലമായി. എഴുത്തുകാരി എന്ന നിലയ്ക്ക് അസ്തിത്വം നിർവചിക്കാനായില്ലെങ്കിലും ആനുകാലികങ്ങളിൽ ചിത്രയും കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. മലയാളത്തിന്റെ അക്ഷരമുറ്റത്തെ ഭാവി വാഗ്ദാനമായ പൂജാ ശശീന്ദ്രനേക്കാൾ മികച്ച ഏത് ആർക്കിടൈപ്പിനെയാണ് വായനാ ദിനത്തിൽ പരിചയപ്പെടുത്താനാവുക? നീലക്കുട, സ്മരണ, കലഹാണ്ടിയുടെ താജ്മഹൽ, വിധിയുടെ കയ്യൊപ്പ്, മാവു നട്ടപ്പോൾ എന്നിവ പൂജയുടെ കവിതകളാണ്. കവിതകൾ ഈണത്തിൽ ചൊല്ലാനും പൂജ മിടുക്കിയാണ്. ഇതുപോലൊരു വായനാ ദിനത്തിലാണ് കവിതയ്ക്ക് പൂജയ്ക്ക് ആദ്യമായി അംഗീകാരം ലഭിച്ചതെന്നതും പ്രത്യേകത. വായനയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം കൂടുതലാകുന്നുണ്ടോ എന്ന ആശങ്കയും പൂജാ ശശീന്ദ്രൻ പങ്കുവയ്ക്കുന്നു. അന്ന് തന്നെ ഞങ്ങളെ വായനാ ക്ലബില് 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് തന്നെ ഏകദേശം 100ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 വർഷം മുന്നേ വരെ. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പം അതിൽ കുട്ടികളുടെ അംഗങ്ങൾ കുറഞ്ഞു വരികയും കുട്ടികൾ വളരെ കുറച്ചായി, ഇപ്പോൾ ഏകദേശം ഒരു 15 പേരൊക്കെ അടങ്ങുന്ന അത്രയുള്ള ചെറിയ കൂട്ടങ്ങളായി മാത്രം കാണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറി. വായനയോട് പൊതുവെ താല്പര്യമില്ലാത്ത ആളുകളായി കുറെ പേര് മാറിപ്പോവുകയാണ് എന്ന് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ആ ഒരു അവസരത്തിലായിരുന്നു. AP ഷാജി, വയനാട് ന്യൂസ്, മീനങ്ങാടി.
മേപ്പാടി പാലവയൽ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഡോക്ടർ യൂസഫ് നദ്വി കാപ്പംകൊല്ലി മുഖ്യപ്രഭാഷണം നടത്തി. KG സുനിൽ, റഷീദ്, CS ശിവകുമാർ, MSA ഷാജഹാൻ, TK ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. CBSE ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഹുദ അബ്ദുള്ളയെ ചടങ്ങിൽ അനുമോദിച്ചു. ബത്തേരി മിൻമോളിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഈസ്റ്റേൺ കറി പൌഡറിന്റെയും ഷോപ്രിക്സിന്റെയും സഹകരണത്തോടെ മിന്റ് മോളിൽ സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ സോണിയ സജി 1ാം സ്ഥാനം നേടി. ജിജി ജൂബി 2ാം സ്ഥാനവും സിന്ധു MR 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മിന്റ് മോളിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി വിനോദ പരിപാടികളും എല്ലാ പർച്ചേസിനും 5 മുതൽ 50% വരെ കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മിന്റ് മോൾ മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പൊഴുതന മേൽമുറി സേട്ടുകുന്നിൽ മാവോയിസ്റ്റുകളെത്തി. 5 അംഗ സംഘം എത്തിയത് ജയണ്ണയുടെ നേതൃത്വത്തിൽ. സംഘത്തിൽ വനിതയും. മേപ്പാടി താഴെയരപ്പറ്റ പുതുക്കാട് വയലിൽ യുവാവ് കിണറ്റിൽ വീണു മരിച്ചു. കാത്തിരിപ്പിനൊടുവിൽ ചെമ്പ്ര എസ്റ്റേറ്റ് നാളെ തുറക്കും. ശമ്പള കുടിശ്ശിക വിതരണവും നാളെ. സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പകർച്ചപ്പനി പടരുന്നു. മേപ്പാടി CHCയിൽ ഇന്ന് ചികിത്സയ്ക്കെത്തിയത് 500 പേർ. +1 പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് നാളെ. പ്രവേശനം നാളെയും മറ്റന്നാളും. നാളെ വായനാ ദിനം. സംസ്ഥാനത്ത് വായനാ വാരാചരണത്തിനും തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.